തിരുപ്പതി ലഡു വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു സുപ്രീം കോടതി. അന്വേഷണ സംഘത്തെ CBIയിൽ നിന്നും സംസ്ഥാന പോലീസിൽ നിന്നും 2 ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതി നിയോഗിച്ചു. വിഷയം വിശ്വാസത്തിന്റെ പ്രശ്നമെന്ന് കോടതി. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ വിഷയത്തെ എങ്ങനെയാണ് സുപ്രീം കോടതി കാണുന്നത്? ഇടപെടൽ എങ്ങനെയാണ്? ഫിജി, കോടിക്കണക്കിന് ഭക്തരുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യത്തെ തീർത്തും ലാഘവത്തോടെ കാണാൻ കഴിയില്ല എന്നും ഈ ഒരു ആരോപണത്തിൽ, അതായത് പ്രസാദം ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പ് അല്ലെങ്കിൽ മത്സ്യ എണ്ണ ഉപയോഗിച്ചു എന്നതിൽ ഒരു തരിയെങ്കിലും കണിശതയെങ്കിലും ഒരു കണിശമെങ്കിലും സത്യമുണ്ടെങ്കിൽ അത്തരമൊരു കാര്യം അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണം. നിലവിൽ ഈ തിരുപ്പതി ലഡ്ഡു വിവാദം അല്ലെങ്കിൽ തിരുപ്പതിയിലെ പ്രസാദമായ തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡു നിർമ്മിക്കാൻ മത്സ്യക്കൊഴുപ്പോ അല്ലെങ്കിൽ മൃഗക്കൊഴുപ്പോ മത്സ്യ എണ്ണയോ ചേർത്ത നെയ്യാണ് കമ്പനി നൽകിയത് എന്നുള്ള ആ ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് കോടതിയുടെ തീരുമാനം. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിൽ 2 CBI ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ 2 സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരും FSSA, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് കൺട്രോൾ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥരും അടക്കം 5 പേരായിരിക്കും ഈ സംഘത്തിൽ ഉണ്ടാവുക. ഇവരായിരിക്കും ഈ AR ഡയറീസ് എന്ന പേരിൽ മത്സ്യക്കൊഴുപ്പ് അല്ലെങ്കിൽ മത്സ്യ എണ്ണ അടങ്ങിയ നെയ്യാണ് വിതരണം ചെയ്തതെന്ന ആരോപണം നേരിടുന്ന AR ഡയറീസിനെ കുറിച്ചും ഈ ആരോപണത്തിന്റെ പിന്നിൽ ലാബിലെ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങളിലും പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തുക ഈ സംഘമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വിവാദം ഇതിനെ രാഷ്ട്രീയമായി സമീപിക്കാൻ ശ്രമിച്ച ആ ഒരു നിലപാടിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. ജസ്റ്റിസ് BR ഗവായ് അതുപോലെ തന്നെ ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. നേരത്തെ തന്നെ ഒരു പ്രത്യേക അന്വേഷണം ഇതിൽ ഉണ്ടാകുമെന്ന രീതിയിലെല്ലാം നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, കോടിക്കണക്കിന് ആളുകളുടെ ഒരു ആത്മീയതയുടെ പ്രശ്നമാണ്. എന്നാൽ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, അതിനെ രാഷ്ട്രീയമായി സമീപിക്കേണ്ടതുമില്ല. ഈ ഒരു വിവാദത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ പേരിൽ സുപ്രീം കോടതിയെ രാഷ്ട്രീയ യുദ്ധക്കളമാക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും വിമർശനമുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും കോടതി രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉയർത്തുകയുണ്ടായി. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു ആരോപണത്തിൽ നിന്നാണ് ഈ ഒരു വിവാദത്തിൻ്റെ എല്ലാം തന്നെ തുടക്കം. ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിൻ്റെ കാലത്ത് മൃഗക്കൊഴുപ്പ് അടങ്ങിയ എണ്ണ അല്ലെങ്കിൽ മത്സ്യ എണ്ണയും മൃഗക്കൊഴുപ്പും അടങ്ങിയ നെയ്യ് ഉപയോഗിച്ചാണ് ലഡ്ഡു ഉണ്ടാക്കിയത് എന്ന് ഗുജറാത്തിലെ ഒരു ലാബിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞതായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ആരോപണം. അതിനെ ശരിവെച്ചുകൊണ്ട് ക്ഷേത്രം ട്രസ്റ്റും മുന്നോട്ട് വന്നിരുന്നു. അന്ന് ഇത്തരത്തിൽ ഒരു സൂചന ലഭിച്ചപ്പോൾ തങ്ങൾ ലഡ്ഡുവിൻ്റെ വിതരണം നിർത്തിവെക്കുകയും അതുപോലെ തന്നെ കമ്പനിയുടെ കരാറുകാരനെ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് AR ഡയറീസ് എന്ന ആ നെയ്യ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നെയ്യ് നൽകുന്ന കമ്പനി രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല, ഏറ്റവും മികച്ച നിലവാരമുള്ള നെയ്യ് മാത്രമാണ് തിരുപ്പതി അമ്പലത്തിലേക്ക് നൽകിയിട്ടുള്ളത് എന്നായിരുന്നു AR ഡയറീസിന്റെ വാദം. എന്തായാലും ഈ വിഷയത്തിൽ ഭക്തർ അതുപോലെ തന്നെ ആത്മീയത മുതലായ നിരവധി വിഷയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി സമീപിക്കരുത് എന്ന് അന്ന് തന്നെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ ക്ഷേത്രത്തിന്റെ പവിത്രത തന്നെ കളങ്കപ്പെടുത്തിയെന്നും ആ പ്രസാദത്തെ അതിനെ അശുദ്ധമാക്കി എന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടത്തി വന്നിരുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അത് തീർത്തും നിലവാരമില്ലാത്ത ഒരു നിലപാടായി പോയി എന്നും അതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഫിജി, ശരി അതുല്യ.